നമുക്കൊന്നൊരു പുൾ ഡേ വർക്കൗട്ട് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ വാമപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഒരു പുള്ളപ്പിലേക്ക് കിടക്കാം. അതൊരു 3 സെറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വർക്കൗട്ട് വരുന്നത് ബാർബൽ റോയാണ്. അതൊരു 10 to 12 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാം. ഇതോടെ ഫിനിഷ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പമ്പായിട്ടുണ്ടാവും. ചെയ്യുന്ന ഫോം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോം കറക്റ്റ് ചെയ്ത് ചെയ്യാം. നെക്സ്റ്റ് വർക്കൗട്ട് വരുന്നത് ലാറ്റ് പുൾ ഡൗൺ ആണ്. ഇതൊരു 4 സെറ്റ് വെച്ചിട്ട് ഒരു 12 റെപ്സ് ചെയ്യാം. ബാക്ക് ടൈൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൗട്ട് പെട്ട ഒന്നാണിത്. അപ്പോൾ അടുത്ത വർക്കൗട്ട് വരുന്നത് സിംഗിൾ ആം ഡംബൽ റോയ് ആണ്. ഇതൊരു 3 സെറ്റ് വെച്ചിട്ട് ഒരു 10 റെപ്സ് ചെയ്യുക. വെയിറ്റ് കൺട്രോൾ ചെയ്ത് ചെയ്യുക. മാക്സിമം താഴത്തേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം പുൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അടുത്ത വർക്കൗട്ട് വരുന്നത് സീറ്റഡ് കാബിൾ റോയ് ആണ്. ഇതൊരു 12 റെപ്സ് വെച്ചിട്ട് ഒരു 4 സെറ്റ് ചെയ്യുക. ഇതോടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ചിറകൊക്കെ വെയിറ്റിന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ബൈസെപ്സ് കിടക്കാം. ഫസ്റ്റ് ഒരു ഇസെറ്റ് ബാർ എടുത്തിട്ട് ഒരു 2 സെറ്റ്സ് 15 റെപ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സീറ്റഡ് ഇൻക്ലൈൻ ഡംബിൾ കേൾ ചെയ്യാം. ഇത് നമുക്കൊരു 12 റെപ്സ് വെച്ചിട്ട് ഒരു 4 സെറ്റ് ചെയ്യാം. അടുത്ത ലാസ്റ്റ് വർക്കൗട്ട് വരുന്നത് ഡംബൽ ഹാമർ കേളാണ്. ഇതൊരു 4 സെറ്റ്സ് വെച്ചിട്ട് ഒരു 12 റെപ്സ് ചെയ്യാം. ഇതുകൂടെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കൈ മായാവി മൂവിയിൽ സെലികുമാർ പറയുന്ന ഡയലോഗിന് മാച്ച് ആയിരിക്കും. അവന്റെ ഒരു കൈമിറ്റക്കണ്ടല്ലോ അപ്പം എല്ലാം പറഞ്ഞ പോലെ അടുത്ത പുഷ് നിങ്ങൾ ഈ വർക്കൗട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.